അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങൾക്കും അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഞങ്ങളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ സട്ടക്കോണവാലസി എന്ന് പറയുന്ന ഒരു തീരദേശ പ്രദേശത്താണുള്ളത്. രാമനാഥപുരം ജില്ലയിലെ രാമേശ്വരം അടുത്താണ് ഈ ഒരു പ്രദേശമുള്ളത്. ഇർവാടിയിൽ നിന്ന് രാമേശ്വരം അതുപോലെ തന്നെ ധനുഷ്കോടിയിലേക്കൊക്കെ പോകുന്ന റൂട്ടിൽ സട്ടക്കോണവാലസി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വലത്തോട്ട് കുറച്ചു ദൂരം വന്നു കഴിഞ്ഞാൽ തീരദേശ പ്രദേശമായ ഇവിടെ നമുക്ക് എത്തിപ്പെടാൻ പറ്റും. ഇവിടെയാണ് മഹാനായ സീനി അപ്പ റഹ്മത്തുള്ളാഹി എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയൊരു മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇർവാടിയിൽ നിന്ന് ഏകദേശം 50ഓളം കിലോമീറ്റർ ദൂരമാണ് ഈ മക്കാമിലേക്ക് ഉള്ളത്. ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുപോലെ വന്ന് സിയാറത്ത് ചെയ്ത് ആത്മനിർവൃതി അടയുന്ന, അവരുടെ ആവശ്യങ്ങൾ പൂർത്തിയായി ലഭിക്കുന്ന, വിഷമങ്ങളും പ്രയാസങ്ങളും മാറിക്കിട്ടുന്ന, ദുആക്ക് വലിയ ഇജാബത്തുള്ള ഒരു മക്കാമ് കൂടിയാണ് സീനി അപ്പ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ മക്കാം ഷരീഫ്. മഹാനവറുകളുടെ ചാരത്തന്നെയായിട്ട് അവിടുത്തെ പെങ്ങളുടെ മകളുടെയും മക്കാമ് നമുക്ക് കാണാൻ കഴിയും. അൽഹംദുലില്ലാ, ഒരുപാട് ആളുകൾ വരികയും സിയാറത്ത് ചെയ്യുകയും, മലയാളികൾ വളരെ കുറവാണ് എങ്കിലും ഈ പരിസരത്തുള്ള ആളുകളും സമീപ പ്രദേശങ്ങളിലെ ആളുകളൊക്കെ വരികയും സിയാറത്ത് ചെയ്യുകയും, അതുപോലെ തന്നെ പ്രത്യേക നേർച്ചകൾ, ഇവിടെ ഭക്ഷണം വെച്ച് കൊടുക്കലാണ് പ്രത്യേകമായ നേർച്ച. അങ്ങനെ ഭക്ഷണം കൊടുത്ത് അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറിയ സന്തോഷകരമായ ഒരു കാഴ്ച അൽഹംദുലില്ലാ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ സീനി അപ്പ ദർഗ എന്നാണ് പറയാം. അവിടെ ആളുകളുണ്ട്. അങ്ങനെ ഭക്ഷണം ഇവിടെ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊക്കെ നിറവേറിയാൽ ഭക്ഷണം വെച്ച് കൊടുക്കാനൊക്കെയാണ് ആളുകൾ നേർച്ചയാക്കുന്നത്. പിന്നെ റബീഉൽ ആഖിർ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ നേർച്ചകളൊക്കെ നടക്കുന്നത്. റബീഉൽ ആഖിർ 1 മുതൽ ഇവിടുത്തെ നേർച്ചകളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ, ഏർവാടിയിൽ നിന്ന് ധനുഷ്കോടിയിലേക്കൊക്കെ കാഴ്ചകളും മറ്റൊക്കെ കാണാൻ വരുന്നവർക്ക് സിയാറത്ത് ചെയ്യാനും ഒന്ന് വിശ്രമിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലം കൂടെയാണ് ഈ സീനി അപ്പ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മക്കാം. ഏർവാടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സുൽത്താൻ ഷഹീദ് ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹു തങ്ങളോടൊപ്പം വന്ന മഹാനാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. മഹാനവറുകളെ അറിയപ്പെടുന്നത് സീനി അപ്പ എന്ന പേരിലാണ്. സീനി എന്ന മഹാനവറുകൾക്ക് പേര് വരാൻ ഒരു കാരണമുണ്ട്. സീനി എന്ന് പറഞ്ഞാൽ പഞ്ചസാര എന്നാണല്ലോ. ഒരിക്കൽ മഹാനവറുകൾ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ ഒരു സെഞ്ചിയുമായിട്ട് തന്റെ മുന്നിലൂടെ കടന്നുപോയി. ആ പോയ വ്യക്തിയോട് മഹാനവറുകൾ ചോദിച്ചു, സെഞ്ചിയിൽ എന്താ ഉള്ളത്? തന്റെ സെഞ്ചിയിൽ പഞ്ചസാരയായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഇതിൽ ഉപ്പാണ്. ഈ ഇരിക്കുന്നത് വല്ല കസ്റ്റംസോ മറ്റോ ആരോ ആണ് എന്ന് ധരിച്ചാണ് അദ്ദേഹം ഉപ്പാണെന്ന് പറഞ്ഞത്. അങ്ങനെ വീട്ടിൽ ചെന്നുകൊണ്ട് തന്റെ കയ്യിലുള്ള സെഞ്ചി തുറന്നു നോക്കിയപ്പോൾ പഞ്ചസാരക്ക് പകരം അദ്ദേഹം കണ്ടത് മുഴുവനും ഉപ്പായിരുന്നു. കാര്യം മനസ്സിലാകാതെ അദ്ദേഹം ഒരുപാട് നേരം ആലോചിച്ചിരുന്നു. അവസാനം അദ്ദേഹത്തിനിക്ക് മനസ്സിലായി, വരുന്ന വഴിക്ക് ഒരാൾ എന്നോട് ഇതിലെന്താണെന്ന് ചോദിച്ചല്ലോ. ഞാൻ അദ്ദേഹത്തോട് നുണ പറഞ്ഞു. ഒരു പക്ഷേ അതായിരിക്കാം കാരണം. തിരിച്ച് അദ്ദേഹം ഈ മരത്തിന്റെ ചുവട്ടിലേക്ക് വന്നു. അവിടെ മഹാനവറുകൾ ഇരിപ്പുണ്ടായിരുന്നു. വിഷയങ്ങൾ പറഞ്ഞു, ഇതിൽ പഞ്ചസാരയായിരുന്നു എന്ന്. സാരമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മടക്കി അയക്കുകയും ചെയ്തു. വീട്ടിലെത്തി തുറന്നു നോക്കിയപ്പോൾ പഞ്ചസാര തന്നെയാണ് ഉണ്ടായത്. ഒരു കാരണത്താലായിരുന്നു മഹാനവറുകളെ സീനി എന്ന പേരിൽ, സീനി അപ്പ എന്ന പേരിൽ അറിയപ്പെടാനുണ്ടായ കാരണം. ധാരാളം ആളുകൾ സിയാറത്തിന് ഇവിടെ വരുന്നുണ്ട്. കൂടുതലും മുസ്ലിമീങ്ങളും അതുപോലെ തന്നെ പരിസര പ്രദേശത്തുള്ള മുസ്ലിമീങ്ങളും വൈകുന്നേര സമയത്ത് ഇവിടെ അല്പം കൂടി തിരക്ക് കാണാം. കാരണം തൊട്ട് മുമ്പിലുള്ള ഈ ഒരു ബീച്ചിലേക്കും അതുപോലെ തന്നെ മറ്റുമൊക്കെ ആളുകൾ വരും. ഇവിടെ കൂടെ സിയാറത്ത് ചെയ്തിട്ടാണ് മടങ്ങിപ്പോകാറുള്ളത്. ഒരുപോലെ ആത്മീയതയും അതുപോലെ തന്നെ ആനന്ദവും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന സുന്ദരമായ ഒരു ഇടം കൂടിയാണ് സീനി അപ്പ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ മക്കാം ഷരീഫ്. ഏർവാടിയിലെ പോലെ വന്ന് താമസിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ എല്ലാത്തിനും സൗകര്യം. ഇവരുടെ പെങ്ങളുടെ മകളാണ് ഈ ഒരു കെട്ടിനുള്ളിൽ മറവട്ട് കിടക്കുന്നത്. സീനി സയ്യിദമ്മ എന്നാണ് അവരുടെ പേര് കേട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത്. അപ്പോൾ അവരുടെ മക്കാമാണ് ഈ ഒരു കെട്ടിനുള്ളിലുള്ളത്. ഇനി ഇവിടെ
പൈശാചികമായ ഉപദ്രവങ്ങൾക്കൊക്കെ ഫലം ലഭിക്കാറുണ്ട്. അങ്ങനെ ഇളകുന്ന പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ എല്ലാ വിഷയങ്ങൾക്കും വലിയ ഫലമാണെന്നാണ് ഇവിടെ സ്ഥിരമായിട്ട് 10 വർഷത്തോളമായി ഈ മഖാമിൽ സേവനമായിട്ട് ചെയ്തു വരുന്ന നമ്മുടെ കണ്ണൂർ, മലപ്പുറം ഭാഗത്തുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളാണ്. ധാരാളം ഫലങ്ങൾ ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇൻഷാ അല്ലാഹ് കഴിയുന്ന ആളുകളൊക്കെ ഇവിടെ സിയാറത്തിന് വരാറുണ്ട്. തൊട്ടടുത്ത് തന്നെ നമുക്കിവിടെ പള്ളി കാണാം, നിസ്കരിക്കാനും മറ്റൊക്കെ ഇവിടെ സൗകര്യമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതുവഴി പോകുന്നവർ ധനുഷ്കോടിയിലേക്കും രാമേശ്വരത്തേക്കുമൊക്കെ വിനോദ സഞ്ചാരത്തിന് വേണ്ടി പോകുന്ന ആളുകൾക്ക് ഇവിടെ കൂടെ സിയാറത്ത് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ. അതുപോലെ തന്നെ ഈ പരിസരത്ത് വേറെയും ഒരുപാട് മക്ബറകൾ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെയും നമ്മുടെ ചാനലിലൂടെ നമുക്ക് പിന്നീട് കാണാം. അല്ലാഹു തൗഫീക്ക് തരട്ടെ.